ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എങ്ങനെ പോർക്ക് വരട്ടിയെടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വാങ്ങിയിട്ടുള്ളത് പോർക്ക് 2 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ചെറുതാക്കി വെട്ടിയിട്ട് കുക്കറിലിട്ട് കഴുകി 3-4 വട്ടം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പോർക്ക് മസാലയും കൂടെ ചേർത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. എല്ലാവരും എങ്ങനെയാണ് വെക്കണമെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വെക്കുമ്പോൾ കുടംപുളി ചേർക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. ഒരു 4 വിസിലടിക്കുന്ന വരെ നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 4 വിസിലിന് കറക്റ്റ് ഓഫ് ആക്കും കേട്ടോ ഞങ്ങൾ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അധികം വെന്ത് പോയാലോ എന്ന് വെച്ചിട്ട് 4 വിസിലിന് തന്നെ ഓഫാക്കാറുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 സവാളയും ഒരു 4 തക്കാളി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതുമാണ് കേട്ടോ. 4 വിസിൽ വന്ന് നമ്മളിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഉരുളി എടുത്തിട്ട് ചൂടാക്കാൻ വെക്കുക. അതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് വാരുന്നത്. വെളിച്ചെണ്ണ വാർന്നിട്ട് കടുകൊന്നും ഇട്ടിട്ടില്ല. സവാള മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. സവാള മൂക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വേഗം വഴന്ന് കിട്ടുമല്ലോ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ സവാള വേഗം മൂത്ത് കിട്ടും. അപ്പോൾ നമ്മളും കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് തട്ടിക്കൂട്ടി ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ വാടി കിട്ടിയേ. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ടു. തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അവിടെ അമർത്തി വെച്ചു കേട്ടോ. ഒന്ന് വാടി കിട്ടണ്ടേ. തക്കാളി കുറച്ചൊന്ന് വാടാൻ ഒരിച്ചിരി നൈപ്പാണല്ലോ. അപ്പോൾ അതിന് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ട് തന്നെ. എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം നല്ല ഉടഞ്ഞ പോലെ തന്നെയാവും. അത് നല്ലപോലെ ഇളക്കി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ട് ആ മണം മാറി കിട്ടുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി പോർക്ക് മസാല ഇട്ട് കൊടുക്കണം. പോർക്ക് മസാല, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളകും പൊടി. നമുക്ക് മുളകും പൊടിക്ക് കുറച്ച് എരിവുള്ളതിനെ കൊണ്ട് അത്യാവശ്യം മുളകും പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുമല്ല നമുക്കിവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ 5 ടീസ്പൂണൊക്കെ ഉണ്ടാവുമായിരിക്കും. നമ്മളിവിടെ സ്പൂണിൻ്റെ കണക്കൊന്നുമല്ല കേട്ടോ. നമുക്ക് ആ ഒരു പാകത്തിന്, ഇറച്ചീൻ്റെ പാകത്തിനുള്ള അളവിനനുസരിച്ചാണ് നമ്മൾ ഇടുക. അങ്ങനെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു കേട്ടോ. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിർത്തരുത്. കാരണം അടി പിടിച്ച് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒക്കെ റെഡിയായി കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. എല്ലാം കൂടെ നല്ലോണം ആ മസാലയൊക്കെ ഇറച്ചിയിൽ പിടിക്കാൻ പാകത്തിന് നല്ലോണം മിക്സാക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് ആ എണ്ണമെഴുക്കൊക്കെ ഒന്ന് വറ്റിയ പോലെ ഒന്ന് വരണ്ട് വരട്ടെ കേട്ടോ ഇറച്ചി. അതുവരെ നമുക്ക് ഇളക്കാം. നമ്മൾ അതിലിട്ടുള്ള പുളിയൊക്കെ കോരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് കുടംപുളി കോരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇറച്ചിയിലൊക്കെ പുളി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ വെക്കണ്ടല്ലോ, പുളി കൂടിപ്പോവും.
അപ്പോൾ അതിനെക്കൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് വേണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാനും ഒക്കെ ചേർക്കാനൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടപ്പോൾ തന്നെ പുളി ഒന്നും കൂടെ ചേർത്ത് കൊടുത്തു. എനിക്ക് പുളി കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു പുളി ഇല്ലാത്ത പോലെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഈ കറിവേപ്പിലേൻ്റെ കൂടെ ആ പുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാം പാടെ ഒന്നും കൂടെ മിക്സാക്കി കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒന്ന് വറ്റി വരണ്ട് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളകും പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇളക്കിയിട്ട് ഒന്ന് വരണ്ട് വന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറിനും ബ്രെഡിനൊക്കെ കൂട്ടാൻ നല്ലതാട്ടോ, ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.